ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ഫാമിലി മിസ്റ്റർ ആൻഡ് മിസ്സിസ്. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ട്രാവൽ വ്ളോഗാണ് കേട്ടോ. ട്രാവൽ വ്ളോഗ് എന്ന് പറയുമ്പോൾ നമ്മൾ പോണ സ്ഥലം എവിടെയെന്ന് വെച്ചാൽ ഒറ്റപ്പാലം വരിക്കശ്ശേരി മനയ്ക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പല ആൾക്കാരും കണ്ട സ്ഥലമായിരിക്കും, നമ്മൾ ആദ്യമായിട്ടാണ് കാണാൻ പോണത് കേട്ടോ. അപ്പോൾ കുഞ്ഞൊരു വ്ളോഗ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചെടുത്തതാണ്. പിന്നെ ഇത് എടുത്തിട്ട് കുറച്ച് അധികമായി, നമുക്ക് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊന്നും പറ്റാത്തത് കൊണ്ട്, ഒരു സമയമില്ലാത്തത് കൊണ്ട് കുറച്ച് ലാഗായി പോയതാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ പോണ വഴിക്ക് തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. ഉച്ചത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫുഡൊക്കെ വെളിയിൽ നിന്നായിരുന്നു. സ്വാഭാവികം ഞാനായിട്ടും ബിരിയാണി കഴിച്ചു. കുറേ നമ്മൾ മെനു ലിസ്റ്റിൽ ഇങ്ങനെ കുറേ നോക്കി അവസാനം നമ്മൾ എപ്പോഴും ഓർഡർ ചെയ്യുന്നൊരു സാധനം ബിരിയാണിയാണ്. മിക്കപ്പോഴും ഓർഡർ ചെയ്യുന്നത് ബിരിയാണി തന്നെയായിരിക്കും. പിന്നെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ വേറെ എന്തെങ്കിലും ഓർഡർ ചെയ്യുള്ളൂ. പിന്നെ അമ്മ സാധാരണ ഊണ് ഓർഡർ ചെയ്തു. അതിനുശേഷം നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ നേരെ നമ്മുടെ സ്ഥലം എത്തി കേട്ടോ. നമ്മുടെ വരിക്കശ്ശേരി മന എത്തിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കെന്നല്ല, ഞങ്ങൾക്ക് 3 പേർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. 3 പേരും ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇവിടേക്ക് വരുന്നത്. എന്നോട് ഞാൻ ചോദിച്ചു നേരത്തെ എപ്പോഴും പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആളും പോയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. അങ്ങനെ നമ്മൾ സ്ഥലമൊക്കെ എത്തി. നല്ല വിശാലമായൊരു സ്ഥലം തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ പോവാത്തവരുണ്ടെങ്കിൽ എന്തായാലും അവിടെ പോകണം. നല്ല അടിപൊളി സ്ഥലമാണ്. പിന്നെ നമ്മൾ ഉള്ളിൽ കയറിയപ്പോൾ ഒരു കുഞ്ഞു മുറി, നടുമുറ്റം ഒക്കെ ആയിരുന്നു. നല്ല രസമായിരുന്നു. അതിനുശേഷം നമ്മളിതാ ആണോ പഴയ ആ ഒരു എന്താ പറയുക വീട്, പഴയ തറവാട് വീട്, ആ ഒരു സെറ്റപ്പാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ എടുത്തിട്ട് പിന്നെ കുറേ പേര് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. നല്ല തിരക്കുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രീതിക്ക് തിരക്കുണ്ടായിരുന്നു. കാർ പാർക്കിംഗ് സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. എല്ലാ സൗകര്യം കണ്ടോ, ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ബാക്ക് വശമാണ് കേട്ടോ, ഈ കാണിക്കുന്നത് ബാക്ക് വശമാണ്. അതിനുശേഷം നമ്മൾ വന്നതാ ഇവിടുന്ന് നമ്മൾ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കൂടുതലും നമ്മൾ സേവ് ദി ഡേറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. കുറേ ഞാൻ ഇവിടുന്ന് സേവ് ദി ഡേറ്റും കാര്യങ്ങളൊക്കെ എടുത്തതായിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു എന്താ പറയുക, നല്ലൊരു സ്ഥലം തന്നെയാണ്. നമുക്ക് ഫോട്ടോസ് എടുക്കാനാണെങ്കിലും ഈ പറഞ്ഞ പോലെ സേവ് ദി ഡേറ്റ് എടുക്കാനാണെങ്കിലും എല്ലാം നല്ലൊരു അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ മേലെ കയറി. മേലത്തെ വ്യൂ ആണ് ഈ കാണുന്നത്. നല്ല അടിപൊളി എന്താ പറയുക മാങ്ങാമരം നല്ല രസമില്ലേ. നല്ലൊരു എന്താ പറയുക പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. അതിനനുസരിച്ചിട്ട് ഇതാകണ്ടോ നല്ല തിരക്കുണ്ടായിരുന്നു. ആൾക്കാരൊക്കെ ഇങ്ങനെ. പിന്നെ ഞങ്ങൾ പോയ ദിവസം സൺഡേ ആയിരുന്നു. സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ താഴേക്കുള്ളൊരു വഴിയായിരുന്നു. പക്ഷെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങാൻ നിന്നില്ല. അത് ഇങ്ങനെ ചുറ്റി പോണ സ്ഥലമായിരുന്നു. അമ്മയ്ക്കൊക്കെ ഇറങ്ങാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ താഴത്തേക്ക് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം എന്താ പുറത്ത് വന്നിട്ടുള്ള വ്യൂ ആണ്. അത് കണ്ടോ, കാറൊക്കെ നിൽക്കുന്നുണ്ട്. ഇവിടെ അല്ല കേട്ടോ പാർക്കിംഗ്, ഇവിടെ ഉണ്ട്. ഇതേപോലെ തന്നെ നമ്മുടെ ബാക്ക് സൈഡിലും പാർക്കിംഗ് ഉണ്ട്. അവിടെയും നല്ല എന്താ പറയുക പാർക്കിംഗ് സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വന്നു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടില്ല. വണ്ടി നിർത്താനാണെങ്കിലും എന്താ പറയുക എത്ര തന്നെ തിരക്കുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി നിർത്താനൊക്കെ ഭയങ്കര സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ബാക്ക് സൈഡിൽ പോയി. ബാക്ക് സൈഡിൽ പറയുമ്പോൾ ഇതുപോലെ ഒരു എന്താ പറയുക പറമ്പാണ്, ഒരു തൊടി കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ കുളം അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇതാണ് ഈ ഫ്രണ്ട്, നമ്മുടെ വരിക്കശ്ശേരി മനയുടെ ഫ്രണ്ട് പൊസിഷൻ പറയണത് ഇതാണ്. മിക്ക ആൾക്കാരും കണ്ടു തന്നെ ആയിരിക്കും. പക്ഷെ നമ്മൾ പോയത് കൊണ്ട് ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു വ്യൂ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ച്, കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ. കണ്ടു, ഇത് നമ്മുടെ അവിടുത്തെ കോളമാണ്. അവിടുത്തെ ആ ബാക്ക് സൈഡിൽ വരുന്ന കോളമാണ്. പക്ഷെ നമുക്ക് ഇറങ്ങാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നില്ല. അവിടത്തേക്ക് ഇറങ്ങണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സൈഡിലേക്ക് ഇറങ്ങണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് ഇറങ്ങാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ അപ്പർ സൈഡിൽ ഒരു അമ്പലമുണ്ട്, ഒരു കുഞ്ഞമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അപ്പോൾ നമ്മൾ കുറേ നമുക്ക് വേണ്ടത് മെയിൻ ഫോട്ടോസും വീഡിയോസൊക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപയോഗിച്ചിട്ട് അവിടെ എന്താ പറയുക കുളത്തിൻ്റെ ആ സൈഡിൽ പോയി നിന്ന് നോക്കുകയാണ് കേട്ടോ. നമുക്കവിടെ ഇറങ്ങാനുള്ള പെർമിഷൻ ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ അവിടേക്ക് കാണിക്കാൻ പറ്റാണ്ടിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് നമ്മൾ കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ പോണ വഴിക്ക് ഒരു കട്ടനൊക്കെ അടിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം എല്ലാവർക്കും ടാറ്റാ.